കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നല്ലവനും വിശ്വസ്തനുമായി നമ്മളെ കാത്തു സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും ഇടയായി തീർന്നു. ചില ദിവസങ്ങളായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും വചനം ചിന്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. എന്നാലും ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും അതിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്താണെന്ന് ഗ്രഹിപ്പാനും മനസ്സിലാക്കുവാനും ആ വിഷയങ്ങൾ ഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന പ്രഭാതത്തിൽ സമർപ്പിക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകി തരുമാറാകട്ടെ. നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനം അല്പമായിട്ട് ധ്യാനിച്ചതിന് ശേഷമായി പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം വായിക്കുന്നത്, 16-17 വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത് നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവം വസിക്കുന്ന മന്ദിരം ആയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും വസിക്കണം. അവൻ പാപത്തിന് മുമ്പ് ആദമിൽ വസിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആദം ലംഘനം ചെയ്തതോടുകൂടി ദൈവത്തിൻ്റെ മന്ദിരമെന്നുള്ള ആ സ്ഥാനം ആദമിന് നഷ്ടപ്പെട്ടു. ദൈവം ആദമിൽ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷമായിട്ട് നമ്മൾ കാണുന്നത് മോശയുടെ കാലഘട്ടം വന്നപ്പോഴേക്ക് മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം അവർ സമാഗമന കൂടാരം എന്ന ഒരു കൂടാരം തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. തീർത്തത് എങ്ങനെയാണ്? സമാഗമന കൂടാരം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് മോശ ആ ദൈവത്തിൻ്റെ മന്ദിരം പണിയുവാനും അത് പൂർത്തിയാക്കുവാനും അത് സമർപ്പിച്ച് അതിൽ കർത്താവിൻ്റെ നാമം വസിക്കുവാനും ഇടയായി തീർന്നുവെന്ന് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. അത് പഴയ നിയമത്തിലുള്ള ഭാഗങ്ങളാണ്. എന്നാൽ കർത്താവ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ദൈവം മനുഷ്യനോട് വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമായി തീരേണ്ടത്. അതിന് ഉത്തമമായ മാതൃകയായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ ജഡത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ ദൈവം വസിച്ചു. യേശുക്രിസ്തു എന്ന ആ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവം വസിച്ചു എന്ന് നാം കാണുകയാണ്. ആ ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് തീർന്നു. യാതൊരു സ്വർഗത്തിൽ ഏത് മാതൃകയാണ് ദൈവത്തിൻ്റെ മന്ദിരത്തിനുള്ളത്, ആ മാതൃക പൂർണ്ണമായിട്ടും മാതൃക പ്രകാരം പണിത ഒരു മന്ദിരമാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ ദൈവം വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവൻ എന്ത് ചെയ്യും? ദൈവം നശിപ്പിക്കുമെന്ന് നാം 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത്രമാത്രം വിലയുള്ളതാണ്, അത്രമാത്രം വാല്യൂ ഉള്ളതാണ്.
നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോകത്തുള്ള മനുഷ്യരൊന്നും ആ കാര്യങ്ങൾ അറിയുന്നില്ല. അവര് പലതരത്തിലും തങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മനഃപൂർവ്വമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവനെ പിന്നെ ഒരിക്കലും അവനെ ദൈവത്തിന്റെ മന്ദിരമായിട്ട് അവൻ രൂപാന്തരപ്പെട്ട് വരുവാനായിട്ട് സാധിക്കുകയില്ല. എങ്ങനെ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പല്ല, രക്ഷിക്കപ്പെട്ടതിന് ശേഷം. എന്നാൽ മനുഷ്യന് ശരീരത്തിന്റെ വിലയെക്കുറിച്ച് അറിയാൻ പാടില്ലായതുകൊണ്ട് പലവിധമായിരിക്കുന്ന ദുർമാർഗങ്ങളിൽ കൂടിയും പലവിധ മദ്യപാനം, പുകവലി, മറ്റു പല കാര്യങ്ങളിൽ കൂടി ഒക്കെയും മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തിന്റെ മന്ദിരമായി തീരേണ്ട മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാനവരാശി മുഴുവനും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മക്കളോട് പറയുകയാണ്, നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാകുന്നു. അത് ഏറ്റവും അധികമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് പല കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ധാരാളം സമയങ്ങളിൽ ധാരാളം പ്രാവശ്യം യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് നോക്കി. ജനനത്തിങ്കൽ തന്നെ നശിപ്പിക്കുവാൻ നോക്കി. അവന്റെ ജനനത്തിങ്കൽ കിടക്കുന്ന വിദ്വാൻമാർ വന്നതിന് ശേഷം പറഞ്ഞു, ഇങ്ങനെ ഒരു രാജാവ്, യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കാലത്ത് ഭരിക്കുന്ന ഭരണാധികാരി ഹെരോദാവും മറ്റു പലരെല്ലാം അതിനെക്കുറിച്ച് ഭ്രമിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അവനെ കണ്ട് സൂക്ഷ്മമായിട്ട് അവനെ മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷമായിട്ട് എനിക്ക് എൻ്റെ അടുക്കൽ വന്ന് പറയണം. അവൻ സൂത്രം ഉപയോഗിച്ച് യേശുവിനെ കൊല്ലുവാനായിട്ട് നോക്കിയതാണ്. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ട് ആ കിഴക്കുന്ന് വന്ന വിദ്വാൻമാർ അവർ വേറെ വഴിയായിട്ട് സ്വദേശത്തേക്ക് പുറപ്പെട്ടു പോയി. കുഞ്ഞിന് ദോഷം വരുത്തുവാനായിട്ട് രാജാവ് ചിന്തിക്കുന്നുണ്ട് എന്ന് ദൂതൻ മുഖാന്തരം അറിവ് കിട്ടിയപ്പോൾ അവർ അവിടെ നിന്ന് മിസ്രൈമിലേക്ക് ഓടിപ്പോയി എന്ന് നമ്മൾ കാണുകയാണ്. മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു. പിന്നെ കാര്യമായ യേശുവിന് പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ 30 വയസ്സ് വരെയുള്ള പിന്നെയുള്ള ചരിത്രത്തിൽ ഇടയ്ക്കൊരു പ്രാവശ്യം ഏകദേശം 12ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ നമസ്കരിക്കാൻ പോയ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അതിനുശേഷമുള്ള ഏകദേശം 30 വയസ്സ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് കാര്യമായിട്ട് ബൈബിൾ പ്രസ്താവിച്ചിട്ടില്ല. എന്നാൽ 30ാമത്തെ വയസ്സിൽ യേശു സ്നാനമേറ്റു. തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ സമയം മുതൽ പലപ്പോഴും ഇസ്രായേൽ ജനവും അതുപോലെ സാത്താനും അവനെ പാപത്തിൽ വീഴിക്കുവാനും അതുപോലെ അവനെ കല്ലെറിയുവാനും അവനെ കൊല്ലുവാനും അവര് ജീവിക്കുന്നതായ ആ സ്ഥലത്തുള്ള വലിയൊരു കുന്നിന്മേൽ നിന്ന് താഴേക്കിടുവാനൊക്കെയും യേശുവിനെ നശിപ്പിക്കാൻ നോക്കിയതായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ എല്ലാം കാരണം യേശു ലോകത്തോട് പറയാനിടയായി തീർന്നു. ഈ ലോകത്തിന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ് ഈ ലോകം എന്നെ പകയ്ക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രവൃത്തികൾ ശരിയാണെന്ന് പറയുന്നവരെ ലോകം പകയ്ക്കുന്നില്ല. ഈ ലോകത്തിന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് പറയുന്നത് കൊണ്ട്, യേശു പറഞ്ഞതുകൊണ്ട് യേശുവിനെ ഈ ലോകം പകച്ചു. യേശുവിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ധാരാളം പാടുകൾ കാണുന്നുണ്ട്, ധാരാളം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളൊക്കെയും എന്തിനു വേണ്ടിയാണ്? അവൻ പാപമില്ലാത്തവനായിട്ട് ഈ ലോകത്തിനെതിരായിട്ട് ജീവിച്ചു. അവനെ പാപത്തിൽ വീഴിക്കുവാനായിട്ട് സാത്താന് സാധിക്കുമായിരുന്നില്ല. അവനെ പല പ്രാവശ്യം ഉപദ്രവിച്ചു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. അവൻ്റെ കയ്യിൽ ആണിയടിച്ചു. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഇങ്ങനെ അനവധി പാടുകൾ ഈ ലോകത്ത് യേശു ജീവിക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ അനവധി പാടുകൾ ഉണ്ടാക്കുവാനിടയായി തീർന്നു. ആ പാടുകളൊന്നും മാഞ്ഞു പോയിട്ടില്ല. കാരണം ആ പാടുകൾ മാഞ്ഞു പോകാത്തതിന് ഉദാഹരണമാണ് സെക്കര്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. സെക്കര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 13ാം അധ്യായത്തിന്റെ 6ാമത്തെ വചനം പറയുന്നത്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. അപ്പോൾ കയ്യിൽ മുറിവുള്ള ഒരാളെ കണ്ടപ്പോൾ നിന്റെ കയ്യിൽ വന്ന ഈ മുറിവുകൾ എന്താണ്?
ഈ മുറിവുകൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. ഇതാ അവൻ മേഘാരൂഢനായിട്ട് വരുന്നു, അവനെ കുത്തിത്തുളച്ചവരൊക്കെയും അവനെ കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ അവന്റെ ശരീരത്തിൽ, യേശുവിന്റെ ശരീരത്തിലേറ്റ ആ പാടുകൾ, അത് ദൈവത്തിന്റെ മന്ദിരമായിട്ട്, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മന്ദിരമായിട്ട് തീരുവാൻ വേണ്ടി അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഉണ്ടായ കഷ്ടപ്പാടുകളാണ്. അതെല്ലാം പാടുകളായിട്ട് അവന്റെ ശരീരത്തിലുണ്ട്. ഇന്നും അതുണ്ട്. ഏകദേശം 2000 വർഷം കഴിഞ്ഞു. ഇന്നും ആ പാടുകളുണ്ട്. പലരും പറയുന്നത്, അവൻ ഇവിടെ വന്ന് ശേഷമായിട്ട് ദൈവമായിട്ട് ഇവിടെ ജനിച്ചു, സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം വീണ്ടും ആ മനുഷ്യത്വം ഇല്ലാതെയായി, ആ പുത്രത്വം ഇല്ലാതെയായി എന്നൊക്കെയും പഠിപ്പിക്കുന്ന അനവധി പഠിപ്പീരുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോഴും എന്തുണ്ട്? അപ്പൊ ഇതുവരെ അവൻ വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും ഈ പാടുകൾ അവന്റെ കയ്യിലും അവന്റെ വിലാപ്പുറത്തൊക്കെ ഈ പാടുകളുണ്ട്. എന്നും മാഞ്ഞു പോയിട്ടില്ല. ആ പാടുകളെ നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്, നിന്റെ ഈ കയ്യിലുള്ള ഈ പാടുകളെല്ലാം എവിടെ നിന്നാണ്? അതിനെ സ്നേഹിക്കുന്നവർ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. കർത്താവ് വരുമ്പോൾ തന്നെ കുത്തിത്തുളച്ച തുളകളൊക്കെയും 2000 വർഷത്തിന് ശേഷം ഇനി കർത്താവ് വരുമ്പോൾ നമുക്ക് അത് ലോകത്തിലുള്ളവർക്ക് അത് കാണുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി അധ്വാനിച്ചപ്പോൾ ഉണ്ടായ പാടുകളാണ് യേശുവിന്റെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം വായിക്കുന്നത്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പോൾ യേശുവിന്റെ ചൂടടയാളം പൗലോസ് അപ്പോസ്തലൻ ഇന്ന് അവന്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അറിയാം. മുമ്പ് ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ജീവിച്ചിരുന്നവൻ കർത്താവിനെ കണ്ടെത്തിയ ശേഷമായിട്ട് കർത്താവ് നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടതാകുന്നു എന്ന് അവനെ കാണിച്ചു കൊടുക്കുമെന്നാണ് അവനോട് പറഞ്ഞത്. അങ്ങനെ ഏറിയ കഷ്ടങ്ങൾ പൗലോസ് അപ്പോസ്തലൻ സഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് ആ ചൂടടയാളം ഇന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, ഞാൻ യേശുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറയാനിടയായിത്തീർന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ അതല്ല. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമ്മെ നശിപ്പിക്കും. അതിനെ നശിപ്പിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ വ്യഭിചാരത്തിന് പോകുന്നത്, അല്ലെങ്കിൽ പുകവലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതായ ആത്മഹത്യ ചെയ്യുന്നത്, ഇതൊക്കെയും ഏറ്റവും കഠിനമേറിയ പാപമാണ് എന്ന് ദൈവജനത്തിനൊക്കെയും അറിയാം. അതുപോലെ ശിശുഹത്യ, ഭ്രൂണഹത്യ ചെയ്യുന്നത്, അബോർഷൻ ചെയ്യുന്നത്, ഇങ്ങനെ ഇതൊക്കെയും വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ കുറ്റമാണ്. അതൊക്കെയും നമുക്ക് വ്യക്തമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ അറിയാം. എങ്കിലും ലോകത്ത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു കാര്യം, അതിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടോ, ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ, അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിലെ ജീവിതം അനുസരിച്ച് ഒന്ന് പഠിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം പറയുന്നത്, നിങ്ങളുടെ മേയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പച്ച കുത്തരുത്. ഇന്ന് നമുക്കറിയാം, സർവ്വസാധാരണമായിട്ട് ലോകം മുഴുവനും, ഇതിപ്പോൾ നമ്മൾ എറണാകുളത്ത് പട്ടണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയും ടാറ്റു അടിക്കുന്നത് അല്ലെങ്കിൽ പച്ച കുത്തുന്നതായ സ്ഥലങ്ങൾ, സ്റ്റുഡിയോകൾ ധാരാളമുണ്ട്. വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേര് കേട്ടവരും പ്രശസ്തിയുള്ളവരും ഒക്കെയും അതിലാം തങ്ങളുടെ ശരീരത്തിൽ ധാരാളം പച്ച കുത്തുന്നു. മറ്റ് നമ്മൾ അറിയപ്പെടാത്തവര് അങ്ങനെ പച്ച കുത്തുന്നത് അവർ പരസ്യമായിട്ട് മറ്റ് ഈ വാർത്താ സംവിധാനങ്ങളിൽ കൂടി, മറ്റ് മാധ്യമങ്ങളിൽ കൂടി അതൊക്കെയും ലോകത്തിന് കാണിക്കുന്നു. അനേകരും അതിൽ ആകർഷിക്കപ്പെടുന്നു. അത് ഇന്നത്തെ ലോകത്തിൽ അത് തെറ്റല്ല. വിശ്വാസികളായി നമുക്ക് അനേകർക്കും അറിയാൻ സാധിക്കുന്നില്ല. അത് അത്ര വലിയ തെറ്റായിട്ട് കാണുന്നില്ല. കാരണം ലോകത്തിൽ സർവ്വസാധാരണമാണ്. ഇപ്പോൾ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ, ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിലോ ഒരു ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പച്ച കുത്തി കഴിഞ്ഞാൽ, അതൊന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അതിലെന്താണ് ഇപ്പോൾ തെറ്റ്? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു എന്ന് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ മുമ്പ് ചിന്തിച്ച വചനവുമായിട്ട് അതിന് ഏറ്റവും ബന്ധമുണ്ട്. കാരണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. യേശുവിനെ സംബന്ധിച്ച് യേശുവിൻ്റെ കയ്യിലും യേശുവിൻ്റെ വിലാപ്പുറത്തും യേശുവിൻ്റെ തലയിലും അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ധാരാളം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളൊക്കെയും അവൻ്റെ പ്രാണനിലുണ്ട്, അവൻ്റെ ആത്മാവിലുണ്ട്. അതിപ്പോഴും ഉണ്ട്. അത് പുറമെ ശരീരത്തും അവൻ്റെ ആത്മാവിലും അത് കാണുവാനായിട്ട് സാധിക്കും. ആ പാടുകളൊക്കെയും എന്തിനു വേണ്ടിയുള്ളതാണ്? അത് ദൈവത്തിൻ്റെ മന്ദിരം പൂർണ്ണമായ നിലയിൽ പണിയപ്പെടുവാൻ വേണ്ടി ഈ ലോകത്ത് വെച്ച് കഴിച്ചതായിരിക്കുന്ന കഷ്ടപ്പാടുകളാണ് ആ ശരീരത്തിൽ മുഴുവൻ. അപ്പോൾ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പാടുകൾ നമ്മുടെ ശരീരത്തിൽ വരുത്തുവാനാണ്, നമ്മുടെ ആത്മാവിൽ വരുത്തുവാനാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ട് നാം ഈ ലോകത്ത് അനുഭവിക്കുന്ന ഓരോ വേദനകളും, ഓരോ അടിപ്പാടുകളും, ഓരോ നിന്ദകളും നമ്മുടെ ആത്മാവിൽ ആ പാടുകൾ കിടക്കുന്നുണ്ട്. ആ പാടുകൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാഗൽഭ്യമാണ്. ദൈവത്തിൻ്റെ മന്ദിരം പണിയുവാൻ വേണ്ടി നാം ഈ ലോകത്ത് നിന്ന് നേടിയതാണ്, ലോകത്ത് നിന്ന് നമ്മൾ അധ്വാനിച്ചതാണ്. എന്നാൽ തീർത്തും നിരുപദ്രവമെന്ന് നമുക്ക് തോന്നുന്നതായിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം വിലക്കിയിട്ടുള്ളത് പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ തലമുറകളും ഒക്കെയും ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കുന്നവരാണ്. എന്നാൽ അവരിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകത്ത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ശരീരത്തിൽ പച്ച കുത്തുന്നത്. അതിന് ദൈവത്തിൻ്റെ വചനം അത് വിലക്കിയിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് ആ പാട് ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ആത്മാവിന് ഗുണകരമായിട്ട് തീരുകയില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം വായിക്കുന്നത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. അപ്പോൾ ശരീരത്തിൽ ഏറ്റിരിക്കുന്നതായ ഒരു മുദ്ര അവിടെ എഴുതിയിരിക്കുന്നത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയുണ്ടാകുകയില്ല. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും കാണേണ്ട പാടുകൾ ക്രിസ്തു നിമിത്തമായിരിക്കണം, ക്രിസ്ത്യാനിയായിട്ടായിരിക്കണം. ശരീരത്തിൽ പച്ച കുത്തരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ലേവ്യപുസ്തകത്തിലെ ഒരൊറ്റ വചനം മാത്രമേ ഉള്ളൂ. മറ്റേ നമുക്ക് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വചനം മറ്റെങ്ങും എഴുതിയിട്ടില്ല. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ് പിന്നെ അത് പറഞ്ഞിരിക്കുന്നത്. ആ മൃഗത്തിൻ്റെ സംഖ്യയോ മൃഗത്തിൻ്റെ പേരോ തൻ്റെ ശരീരത്തിൽ ഈ മുദ്ര ഏൽക്കുന്നവർക്ക് ഏവർക്കും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. കാരണം അത് നമ്മുടെ ജീവനിലേക്ക് അത് കടക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ ആത്മാവിൽ അത് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും. ആത്മാവിൽ വ്യാപരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനവും അതുപോലെ വിശ്വാസിയായി തീർന്നതിന് ശേഷമായിട്ട് വിശ്വാസത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, അതിൽ കൂടി അനുഭവിക്കുന്ന തിക്തഫലങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉളവാകുന്ന ജീവനാണ് ഒരു മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും ആത്മാവിലും വ്യാപരിക്കേണ്ടത്. എന്നാൽ വിവിധതരം പച്ചകുത്തലുകൾ, ടാറ്റു അടി നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ പേര് കുത്തുന്നത്, മനുഷ്യൻ്റെ മുഖം കുത്തുന്നത്, വികൃതമായ വന്യമൃഗങ്ങളെ ശരീരത്തിൽ കുത്തിവെക്കുന്നത്, പാമ്പിനെ ശരീരത്തിൽ വരച്ചു വയ്ക്കുന്നത്, തലയോട്ടി വരച്ചു വയ്ക്കുന്നത്, തേളിനെ വരച്ചു വയ്ക്കുന്നത്, പഴുതാരയെ വരച്ചു വയ്ക്കുന്നത്, ഇങ്ങനെ ധാരാളം അന്യദേവന്മാരെ വരച്ചു വയ്ക്കുന്നത്, ഇങ്ങനെ ശരീരത്തിൽ മനുഷ്യൻ ഈ പച്ച കുത്തുകയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുത്തുകയാണ്. കാരണം എന്താണ്? അത് കുത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനിലും നമ്മുടെ ആത്മാവിലും വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും. അത് നിമിത്തമായിട്ട് ഒരു വിശ്വാസിയുടെ സകല സമാധാനവും സ്വസ്ഥതയും പച്ച കുത്തിയിരിക്കുന്ന ആ ജീവനാൽ അത് ശരീരത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് അവന് സ്വസ്ഥതയും സമാധാനവും ഒക്കെയും നഷ്ടപ്പെടുമെന്നാണ് ദൈവത്തിന് വചനം പറഞ്ഞിരിക്കുന്നത്. പുറമേയുള്ള മനുഷ്യർക്ക്, ലോകപ്രകാരം മനുഷ്യർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. അവരുടെ പ്രാണന്റെ വേദനയോ അവരുടെ പ്രാണന്റെ സങ്കടമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവരെ തങ്ങൾക്ക് ഇഷ്ടപ്രകാരം ബോധിച്ച പ്രകാരവും ജഡത്തിന്റെ സന്തോഷത്തിൽ അവർ ജീവിക്കുകയാണ്. പ്രാണന്റെ വേദനയെക്കുറിച്ച് അവർ അറിയുന്നില്ല.
എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ തൻ്റെ ശരീരത്തിന്മേൽ ആ കുത്തുന്ന ആ ടാറ്റു അല്ലെങ്കിൽ ആ പച്ച കുത്തുമ്പോൾ അത് അവൻ്റെ ജീവനിൽ വ്യാപരിക്കുവാൻ, അവൻ്റെ ആത്മാവിൽ വ്യാപരിക്കാൻ ഇടയായിത്തീരും. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ആത്മാവിൽ അത് വ്യാപരിക്കാൻ ഇടയായിട്ട് തീരും. അത് മനുഷ്യൻ്റെ സമാധാനവും സ്വസ്ഥതയും ഒക്കെയും കെടുത്തുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ളവന് ദൈവത്തിൻ്റെ മന്ദിരമെന്ന നിലയിൽ അവന് പൂർണ്ണമായിട്ടും തന്നെ പണിയാൻ സാധിക്കില്ല. ക്രിസ്തു അതിൽ വസിക്കുകയില്ല. ദാവീദ് ഒരിക്കൽ പറയാനിടയായിത്തീരുന്നു, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്ന പോലെ ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു എന്ന് ദാവീദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതുപോലെ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം. അപ്പോൾ ഒരു വിശ്വാസി തൻ്റെ ശരീരത്തിൽ പച്ച കുത്തുമ്പോൾ അവന് ദൈവം കൊടുക്കുന്ന ആത്മാവിൻ്റെ സ്വസ്ഥത അവന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് അവൻ്റെ മേൽ വ്യാപരിക്കാൻ സാധിക്കാതെ വരികയാണ്. അന്യമായിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന് വിരോധമായിരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ആത്മാവിൽ വ്യാപരിക്കുവാൻ ഇടവരുത്തുന്ന കാര്യമാണ് പച്ച കുത്തുക അല്ലെങ്കിൽ ടാറ്റു അടിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഇവിടെ ഈ വിഷയം നമ്മൾ ചിന്തിക്കാൻ ഉണ്ടായ കാരണം ഞാൻ മുമ്പേ പറഞ്ഞു. ലോകത്ത് സർവ്വസാധാരണമായിട്ട് സാർവത്രികമായിട്ട് ഇപ്പോൾ ഇത് വലിയൊരു ഫാഷനായിട്ട് തീർന്നിരിക്കുകയാണ്. എന്നാൽ വിശ്വാസികളായ നാമോ, നമ്മുടെ മക്കളോ, നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഇതിൻ്റെ അപകടം മനസ്സിലാക്കാതെ ഈ കാര്യങ്ങൾ ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വെളിപ്പാട് പുസ്തകം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് രാവും പകലും യഥാർത്ഥത്തിൽ അവർ പ്രാണന് സ്വസ്ഥത ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ആത്മാവിൽ വ്യാപരിക്കുന്ന നിമിത്തമായിട്ട് നമുക്ക് ദൈവികമായ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന് നമ്മുടെ ശരീരത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കാതെ വരും. ദൈവത്തിൻ്റെ മന്ദിരമെന്ന നിലയിൽ നമ്മെ പണിയുവാനും സാധിക്കാതെ വരും. കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചതുപോലെ, നാം ദൈവത്തിൻ്റെ മന്ദിരമാവുന്നു, എന്നാൽ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉണർന്നിരുന്ന അമ്മയെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ കൂട്ടായ്മയെയും കർത്താവിനെ അന്വേഷിക്കുന്നവരും കർത്താവിനെ പിൻപറ്റുന്നവരായ എല്ലാവരെയും ഈ സത്യം അറിയിക്കുവാനായിട്ട് നാം ബാധ്യതപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ആ വിഷയം ചിന്തിക്കുവാനായിട്ട് എടുത്തത്. അതുകൊണ്ട് പച്ച കുത്തരുതെന്ന് ലേവ്യപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിനെ നമുക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവനിൽ ആ പച്ചകുത്തൽ പ്രവേശിക്കുവാനിടയായിത്തീരും. അത് നിമിത്തമായിട്ട് നമുക്ക് രാവോ പകലോ നമ്മുടെ ആത്മാവിൽ അത് വ്യാപരിക്കുന്നതുകൊണ്ട് രാവോ പകലോ നമ്മൾ സ്വസ്ഥതയില്ലാതെയാകും. സ്വസ്ഥതയില്ലാത്ത ഒരിടത്ത് ദൈവത്തിൻ്റെ മന്ദിരം പണിയുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അവനെ പണിയാതെ ഇടിച്ചു കളവാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്കിന്ന് നാം അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിൽ അത് കടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അപേക്ഷിക്കുകയും തുടർന്ന് നമ്മളും നമ്മുടെ തലമുറയൊന്നും അതിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായിട്ട് പണിയപ്പെട്ട് ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട്, ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമെന്ന നിലയിൽ പണി പൂർത്തിയാക്കി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹപ്പെട്ടതായ പ്രഭാതകാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്ന ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അടിയങ്ങൾ വസിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതും ദൈവം നശിപ്പിക്കുന്നുവെന്നും ഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. അതിന് പല കാര്യങ്ങളും, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കപ്പെടുവാനുള്ള അനവധി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ മനുഷ്യൻ സാധാരണ ചിന്തിക്കുവാൻ ഇടയില്ലാത്തതും അതിനെക്കുറിച്ചുള്ള ശരിയായ ദർശനമില്ലാതിരിക്കുന്നതും ലോകത്ത് സാർവത്രികമായി നടക്കുന്നതുമായ ശരീരത്തിൽ പച്ചകുത്തൽ, ടാറ്റു അടിക്കുന്ന വിഷയം വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മാവിൽ അത് കളങ്കം ചാർത്തുന്നുവെന്നും അവൻ്റെ ആത്മാവ് അതിനാൽ കളങ്കപ്പെടുമെന്നും അങ്ങനെ കളങ്കപ്പെട്ടിരിക്കുന്ന ആത്മാവിനാൽ
ശരീരത്തിന് ദൈവത്തിൻ്റെ മന്ദിരം എന്ന നിലയിൽ ആ ശരീരം പണിയപ്പെടുവാൻ സാധിക്കുകയില്ല എന്നും ദൈവം അതിനെ നശിപ്പിച്ചു കളയുമെന്നെല്ലാം അടിയങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അടിയങ്ങളും അടിയങ്ങളുടെ സഭയും അടിയങ്ങളുടെ കുഞ്ഞുകുട്ടികളും അടിയങ്ങളുടെ തലമുറയും അടിയങ്ങളുടെ വേണ്ടപ്പെട്ടവരും ലോകത്തുള്ള സകല വിശ്വാസികളും ആ ശരീരത്തിൽ പച്ച കുത്തുന്നതായ ടാറ്റു അടിക്കുന്നതായ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുവാനും അടിയങ്ങളും അടിയങ്ങളുടെ തലമുറയും ഒക്കെയും അടിയങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഒക്കെയും അതിൽ നിന്ന് മാറി നിന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായി പണിയപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളെല്ലാം കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു.